പി.വി. അൻവറിനെ വിമർശിക്കാതെയും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചും യു.ഡി.എഫ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ചതിയെന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാളാണ് മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചതായും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ലീഗ് നേതാക്കൾ ആരും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പി.വി. അൻവറുടെ പേര് പരാമർശിക്കാതെ കാണിച്ച അതേ ജാഗ്രത തന്നെയാണ് UDF കൺവെൻഷനിലും ഉണ്ടായത്. നിലമ്പൂരിലെ മത്സരം LDFും UDFും തമ്മിലാണെന്ന് KC വേണുഗോപാൽ ഊന്നി പറഞ്ഞു. ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ഊന്നിയായിരുന്നു KC വേണുഗോപാലിന്റെ പ്രസംഗം. മലപ്പുറത്തെ സംശയമുനയിൽ നിർത്തി ജില്ലയ്ക്കെതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം മുഖ്യമന്ത്രി നടത്തി. ഇപ്പോൾ മലപ്പുറത്ത് വന്ന് മുഖ്യമന്ത്രി ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ചോദിച്ചു. ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിലെ 14 ജില്ലകളിലെ പോലെ തന്നെ 13 ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്ത ഒരു ജില്ലയെ സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? 2026 UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നും നിലമ്പൂർ അതിന്റെ തുടക്കമായി മാറുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ നൽകുന്ന ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്നതിൽ വാർത്താമാധ്യമങ്ങൾക്ക് മാത്രമാണ് സംശയമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. ആർക്കാണ് സംശയം? എനിക്കറിഞ്ഞു, ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം. അവരെന്താ വിചാരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. പാർട്ടി തന്ന അവസരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അതുകൊണ്ട് നിലമ്പൂരുകാർ ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ഇത് 10 മാസത്തേക്ക് 11 മാസത്തേക്കുള്ള ഒരു MLA തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താഴെ ഇറക്കി പകരം ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉറങ്ങുന്നത്. അതേസമയം ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ലീഗ് നേതാക്കൾ ആരും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് അബ്ബാസ് അലി തങ്ങളടക്കം വിട്ടുനിൽക്കുകയായിരുന്നു. പാണക്കാട് കുടുംബാംഗങ്ങളെക്കുറിച്ച് ആര്യാടൻ ഷൗക്കത്ത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പരാമർശം ഏറെ വിവാദമായിരുന്നു. അതിലുള്ള അമർഷമാണോ വിട്ടുനിൽക്കലിന് കാരണമെന്ന് വ്യക്തമല്ല. അതേസമയം കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും അടക്കമുള്ള ലീഗ് നേതാക്കൾ കൺവെൻഷനിൽ സജീവമായിരുന്നു. ന്യൂസ് മലയാളം, നിലമ്പൂർ.